ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തലശ്ശേരി ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ബിരിയാണിക്ക് വേണ്ട മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി ഞാനൊരു പാനിലിട്ട് വറുത്തെടുക്കുവാണേ. അതിൽ കുറച്ച് പശു നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഞാൻ ആദ്യം തന്നെ വറുത്തെടുക്കുവാണ്. കുറച്ച് നന്നായിട്ട് ചൂടായിട്ട് തന്നെയാണ് ഇത് ഇട്ടത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ബോൾ പോലെ വന്നിട്ടുണ്ട് മുന്തിരിയൊക്കെ. അതൊക്കെ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. മുന്തിരിയൊക്കെ വറുത്ത് കോരി വെച്ചതിന് ശേഷമാണ് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടത്. അണ്ടിപ്പരിപ്പ് ഇതുപോലെ നന്നായിട്ട് കറുത്ത് പോകാൻ വേണ്ടി പാടില്ല. അണ്ടിപ്പരിപ്പ് ഇട്ട് വേഗം തന്നെ അതും വറുത്ത് കോരി എടുക്കുക. ഈ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിരിയാണിയിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ലെവലിൽ മാത്രം മതി. അതിന് ശേഷം അത് വറുത്ത് കോരി മുന്തിരിയുടെ കൂടെ തന്നെ വറുത്ത് കോരി മാറ്റി വെക്കുക. ഞാനിവിടെ കുറച്ച് സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബിരിയാണി ആക്കുന്ന സമയത്ത് അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും വേണം. അതുപോലെ തന്നെ തലശ്ശേരി ദം ബിരിയാണിൻ്റെ മുഖ്യ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ബിസ്ത എന്ന് പറയുന്നൊരു മസാലയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഉള്ളി എനിക്ക് വേണമായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടിനും കൂടി വേണ്ട ഉള്ളിയാണ് ഞാനിവിടെ പൊടിപൊടിയായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ടു. അത് കുറച്ച് അധികമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 ട്രിപ്പായിട്ടാണ് ഇതൊന്ന് വറുത്ത് കോരി എടുത്തത്. ചിക്കൻ വേറെ ഞാൻ ആദ്യമേ തന്നെ കഴുകി നല്ല വൃത്തിയാക്കി അതിൽ മസാലയൊക്കെ ചെറുതായിട്ട് പുരട്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഉള്ളി വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ബിസ്ത എന്ന് പറയുന്നത്. അതായത് ഈ വറുത്തെടുത്ത ഉള്ളി നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് തലശ്ശേരി ദം ബിരിയാണിക്ക് നന്നായിട്ടൊരു ടേസ്റ്റ് തന്നെ കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ചിക്കൻ മസാല ഉണ്ടാക്കുവാൻ വേണ്ടി പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ ഉള്ളി ബാക്കി അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ടു നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഞാൻ ബിസ്ത കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഉള്ളി വറുത്ത് അതിലെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടി ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ട് വേറെ തന്നെ പ്ലേറ്റിലേക്ക് അത് മാറ്റി വെച്ചിരിക്കുവാണേ. ഇത് നമുക്ക് ലാസ്റ്റ് ചിക്കൻ മസാലയൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസിൽ തൊട്ടടുത്ത ഗ്യാസിൽ തന്നെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് പശു നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്തു. ഒരു 3-4 ടീസ്പൂൺ പശു നെയ്യ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പശു നെയ്യ് ഇപ്പോൾ ചോറിന് വേണ്ട പശു നെയ്യ് ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 4-5 ഗ്രാമ്പൂ, അതുപോലെ തന്നെ പട്ട, ബേ ലീഫ്, ഏലക്കായ ഇതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റി അതിനുശേഷം കുറച്ച് ഉള്ളി ഞാൻ അരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് ഉണ്ടാക്കാൻ വേണ്ടി. അതും ഇതിനോടൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണേ. ഇത് ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചതായിരുന്നു. നന്നായിട്ട് അടിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഈ ഉള്ളീൻ്റെ അകത്ത് മിക്സാക്കി. കാരണം ഉള്ളി നന്നായിട്ട് വഴറ്റി നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിലേക്ക് ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആഡാക്കുന്നത്. ഇതും ഇതിലേക്ക് ആഡാക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്കൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 3 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ്. ഞാനിത് സെപ്പറേറ്റ് മാർക്കറ്റിൽ നിന്ന് പൊടിച്ച് കിട്ടിയ ഒരു ചിക്കൻ മസാല റെസിപ്പി ആയിരുന്നു, പൊടിയായിരുന്നു. അതാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. കുഴപ്പമില്ല, നല്ല ഒരു പൊടി തന്നെയാണ്. ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് മോശമില്ല, നല്ല പൊടി തന്നെയാണ്. അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് മിക്സാക്കി നന്നായിട്ട് ആ ഒരു ഉള്ളി വഴറ്റി എടുത്തിരിക്കുവാണ്. ഇത് അടിക്ക് പിടിച്ചു പോകാൻ വേണ്ടി പാടില്ല. നന്നായിട്ട് എന്ത് ചെയ്യുക, കയ്യിൽ കൊണ്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കും. അതിനുശേഷം ഞാൻ മാറ്റി വെച്ച ആ മസാല പെരക്കി വെച്ച ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം ഈ മസാലയും അതുപോലെ തന്നെ ചിക്കനും കൂടി നന്നായിട്ട് വഴറ്റി എടുക്കുക. ഈ മസാല ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. മസാല ഈ ചിക്കനുമായിട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചാൽ നല്ലതായിരിക്കും. തൊട്ടടുത്ത ഗ്യാസിൽ തന്നെ ഞാനിവിടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിപ്പോൾ ഏകദേശം ഉള്ളിയൊക്കെ വഴച്ച് വന്ന് ഞാൻ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. വെള്ളത്തിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് കുറച്ച് അധികം തന്നെ യൂസ് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബിരിയാണി എന്ന് പറയുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണമെങ്കിൽ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വെള്ളം ഇവിടെ ഞാൻ തിളക്കാൻ വെച്ചു. ചിക്കൻ ഇങ്ങനെ ചൂടായി വരുന്നേ ഉള്ളൂ. നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി കൂടി ഇതിലേക്ക് ചിക്കനിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ചിക്കനായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ഒരു 4-5 ടീസ്പൂണോളം തൈരാണ്. തൈര് അതിലൂടെ മിക്സ് ചെയ്തു. കൂടാതെ 2 ചെറുനാരങ്ങ നീര് ഞാനിവിടെ നീരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ചെറുനാരങ്ങയുടെ നീര് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതാകുമ്പോൾ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവാനും കുറച്ച് എളുപ്പത്തിൽ വെന്തെടുക്കാനും നല്ലതായിരിക്കും. അതിനുശേഷം ഞാൻ ആഡാക്കുന്നത് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും കൂടി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡാക്കി കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് ഈ ചേരുവയൊക്കെ ഇളക്കിയെടുക്കുകയാണ്. ചിക്കൻ്റെ കൂടെ നന്നായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് കൈകൊണ്ട് ഇളക്കിയെടുക്കുക. നല്ലൊരു മണമൊക്കെ ഇപ്പോൾ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയാക്കി വെച്ചതിന് ശേഷം സ്റ്റീമൊന്ന് ഞാൻ കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന് മൂടി അവിടെ അടച്ചു വെച്ചു. ഇനി അതൊരു 8-10 മിനിറ്റോളം അതൊന്ന് നന്നായിട്ട് വേവണം. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഈ ജീരകശാല റൈസാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഞാൻ നേരത്തെ തന്നെ കഴുകി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി ഞാൻ ഇതിലേക്ക് മിക്സാക്കി കൊടുത്തു. ചിക്കൻ വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു 8-10 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ ആ ചിക്കനൊക്കെ ആദ്യം മൂടി തുറന്ന് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബിസ്തയില്ലേ, ആ ബിസ്ത ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഈ ബിസ്തയാണ് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബിസ്തയാണ്. അപ്പോൾ ബിസ്ത ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചിക്കനുമായിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ചിക്കൻ വേവാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ അടച്ചിട്ട് അധികം വേവിക്കണം എന്നില്ല. കാരണം എന്ന് വെച്ചാൽ അടച്ച് വേവിക്കുന്നതിന് ചിക്കനിൽ വെള്ളം ഇങ്ങനെ കൂടി വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഞാൻ തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചത്. വെന്ത് ആ വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റിയതിന് ശേഷം ഞാൻ ആ മസാല മാറ്റി വെച്ചു. ഇനി നമുക്ക് റൈസിൻ്റെ നോക്കാം. റൈസ് ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കിലോ റൈസാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. 2 കിലോ റൈസ് അതുപോലെ തന്നെ 2.5 കിലോ ചിക്കൻ ഏകദേശം ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ഏകദേശം ഒരു നല്ലൊരു പാകത്തിലായിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ആയതിനു ശേഷം നമ്മളിനി ചിക്കന് ദമ്മിടാൻ വേണ്ടി പോവുകയാണേ. ദമ്മിടാൻ വേണ്ടി അതിന് വേണ്ട ചേരുവകളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ തുണി ഉപയോഗിച്ചാണ് ഇതൊക്കെ മാറ്റിയത്. നല്ല ചൂടുണ്ടായിരുന്നു. ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടി ആരംഭിക്കാം. അതിനുവേണ്ടി ആദ്യമേ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചിക്കൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ റൈസ് അതിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് ഓരോ ലെയറുകളായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് വീണ്ടും ഞാൻ ഇടുന്നത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച ഉള്ളി അതിന് മുകളിലായിട്ട് വിതറി കൊടുത്തു. വീണ്ടും ഞാൻ അടുത്ത സെക്കൻഡ് ട്രിപ്പ് റൈസ് അതിൽ മുകളിലേക്ക് ഇടുവാണ്. സാധാരണ ഇങ്ങനെയല്ല കേട്ടോ ഇത് തലശ്ശേരി ദം ബിരിയാണീൻ്റെ ചെയ്യുന്നത്. തലശ്ശേരി ദം ബിരിയാണി ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചോറൊക്കെ ആയി അവർക്ക് സെർവ് ചെയ്യുന്ന സമയത്താണ് ഈ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഞാൻ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടാണ് തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. മസാല മാത്രം ഏറ്റവും അടിയിൽ തന്നെയാണ് ഉള്ളത്, പക്ഷേ ബാക്കി ഞാൻ ചേരുവകളൊക്കെ ഓരോ ലെയറായിട്ട് തന്നെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. വീണ്ടും അടുത്ത ട്രിപ്പ് ചോറ് അതിലിട്ടതിന് ശേഷം ഇതേ പടി ഒന്നുകൂടി ആവർത്തിച്ചു. അതിലിടയ്ക്ക് ഞാൻ ലാസ്റ്റ് ലെയറിന് മുന്നേ കുറച്ച് പശു നെയ്യ് ചോറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പശു നെയ്യ് ഉണ്ടാകുമ്പോൾ ചോറ് കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. വീണ്ടും അടുത്ത ലെയർ ഞാൻ ചോറ് വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്തു. ചിക്കൻ്റെ മുകളിലായിട്ട് വിതറി നന്നായിട്ട് വിതറി കൊടുക്കുവാണേ. ഈ ചോറ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എടുത്തത് 2 കപ്പിന് 2.5 കപ്പ് വെള്ളം എന്നുള്ള ലെവലിലാണ് ഞാനിത് വെള്ളം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് ലെവലിൽ തന്നെ റൈസ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല കറക്റ്റ് പാകത്തിൽ തന്നെ എനിക്ക് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും അടുത്ത ട്രിപ്പ് ഡെക്കറേഷൻ ഒന്നുകൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം വീണ്ടും ചോറ് അതിന് മുകളിലേക്ക് തന്നെ ഇടുവാണ്. ഇപ്പോൾ ഇടുന്നത് ലാസ്റ്റ് ട്രിപ്പ് ചോറാണ് അതിന് മുകളിലേക്ക് ഇടുന്നത്. ഓക്കെ, അങ്ങനെ ഇതാ നമ്മളിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലെത്തി. ലാസ്റ്റുള്ള ആ ഉള്ളിയും മസാലയും കൂടി അതിലേക്ക് ഞാൻ ഇട്ടു ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. ദെൻ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അതിന് മുകളിലേക്ക് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഞാനൊരു ചെറിയൊരു ബൗളിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പശുനെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു മിശ്രിതം, അതായത് റോസ് വാട്ടറും മഞ്ഞളും കൂടി വരുന്ന മിശ്രിതം ജസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് വേണം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ പിന്നെ റോസ് വാട്ടർ ഉള്ളതുകൊണ്ട് അതാണ് യൂസ് ചെയ്തത്. അതിനുശേഷം അതിൻ്റെ മൂടി നന്നായിട്ട് അവിടെ അടച്ചു വെച്ചു. ഇനി നമുക്കതൊരു 10 മിനിറ്റിലേക്ക് ഒന്നുകൂടി ദമ്മിടണം. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഗ്യാസ് ഓൺ ചെയ്ത് അതിന് മുകളിലേക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രം അതിന് മുകളിലേക്ക് വെച്ചിരിക്കുവാണ്. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി റെഡിയായി വരുന്നതായിരിക്കും. സ്റ്റീം കുറച്ച് നന്നായി ചെറുതായി കൊടുക്കണേ. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിയിലാണ് മസാല ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ചോറ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം വേണം അടിയിൽ നിന്ന് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സൗകര്യം ഇല്ല എങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് ചോറ് മാറ്റിയിട്ട് കൊടുക്കുക. അതിനുശേഷം അടിയിൽ നിന്ന് മസാലയും ചിക്കനും കൂടി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതിയാകും. ഞാനിപ്പോൾ ഇത് വലിയൊരു പാത്രം ആയതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സൈഡിലേക്ക് തന്നെ ചോറിങ്ങനെ മാറ്റി വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ ചോറിടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വക്കില്ലാത്ത ഒരു സ്റ്റീൽ പ്ലേറ്റ്, നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവുമല്ലോ ബിരിയാണിയൊക്കെ വിളമ്പുന്നത്, അപ്പോൾ അതുപോലുള്ളൊരു പ്ലേറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് പീസ് വെച്ചു, അതിന് മുകളിലായിട്ട് റൈസും വെച്ചു. ഈ തലശ്ശേരി ദം ബിരിയാണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ സെർവ് ചെയ്ത് പ്ലേറ്റിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലാണ് സാധാരണ ഡെക്കറേറ്റ് ചെയ്യുക. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഞാനൊരു വെറൈറ്റി എന്നുള്ള രീതിയിൽ ആദ്യമേ തന്നെ ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്തത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി.
അതിൻ്റെ കൂടെ പപ്പടം, അതുപോലെ തന്നെ പുതിനയില ചമ്മന്തി, പിന്നെ കക്കിരി സാലഡും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു പിക്കിളും, മിക്സഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വരുന്ന ഒരു പിക്കിളും കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതാ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്.